പിന്നെ എന്തിനാണ് ഇവർ ഈ പറഞ്ഞ പോലെ 10 മിനിറ്റ് പറയേണ്ട കാര്യം 40 മിനിറ്റ് വലിച്ചു നീട്ടിയിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫേസും തൊപ്പിയുടെ ഫേസും അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് അല്ലെങ്കിൽ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ബൈറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ഫേസ് വെച്ച് എന്തുകൊണ്ട് ഇതേ മാറ്റർ ഒരു 10-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 50-ൽ 100-ൽ കൂടുതൽ കണ്ടന്റ്സ് ഡെയിലി എന്തുകൊണ്ട് ആൾക്കാർ ഇടുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ തന്നെ പറയുന്നുണ്ട് സമൂഹത്തിന് നല്ലതായ കാര്യമല്ല, സമൂഹത്തിന് ഇതായിട്ടുള്ള കാര്യമല്ല, സമൂഹത്തിന് മോശമായ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്, ഇത് തീട്ട കേസാണ്, ഇത് അങ്ങനെയുള്ള കേസാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവർക്ക് അരി വാങ്ങണമെങ്കിൽ ഇവർക്ക് എൻ്റെ ഫേസും ഈ പറഞ്ഞ പോലെ തൊപ്പിയുടെ ഫേസോ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള വേറൊരാളുടെ ഫേസോ ഇവർക്ക് വെച്ചേ പറ്റൂ. അതങ്ങനെയാ. ഇപ്പം കൊറോണ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ മൊത്തം വിളിച്ചറിയിച്ചില്ലേ കൊറോണ വരുന്നുണ്ട്, നമ്മളെല്ലാം അടച്ചിടുവാണ്, എന്തുവാ നമ്മൾ ജാഗ്രത പാലിക്കാനായിട്ട് പറയുക. നോട്ട് നിരോധനം വന്നപ്പോഴത്തേന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് രാത്രിയോടുകൂടി നിരോധിക്കാൻ പോവുകയാണ്, ബാക്കി നിങ്ങളിൽ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റും. അതായത് ജാഗ്രത, ജനങ്ങളെ സജ്ജരാകൂ, അകറ്റി നിർത്തൂ ഈ തെമ്മാടിയെ എന്ന് പറയുന്ന അത്രേ ഉള്ളൂ. ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഫോൺ നിന്റെ കയ്യിൽ തന്ന് നീ എന്തിനാണ് എടുത്ത് ഫോളോ ചെയ്ത്? എല്ലാരും എന്നോട് ചോദിക്കാം ഇതാരാ പുതിയ ആള് സെറ്റായോന്നു ചോദിക്കാം. ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 17 വയസ്സുകാരിയായ ഈ സുന്ദരി പെൺകുട്ടിയുടെ സ്ഥലം ലക്ഷദ്വീപാണ്. ലഹരിയുടെ മാരകമായ പിടിയിലായിരുന്ന ഒരു സംഘത്തിന്റെ ഭാഗമായിരുന്നവർ. പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആ സമയത്ത് ഈ കാര്യങ്ങൾ പോലീസിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ല ഷമീറെ, നിനക്ക് ഈ കാര്യങ്ങളൊന്നും ആ സമയത്ത് പോലീസിലേക്ക് പറയാനായിട്ട് കഴിയത്തില്ല. കാരണം നീ ആ സുഖ സൗകര്യങ്ങളെല്ലാം ആസ്വദിച്ച് അവൻ തന്നിട്ടുള്ള ഡ്രഗുകളെല്ലാം നല്ല രീതിയിൽ അടിച്ചിങ്ങനെ നടക്കുമ്പോഴത്തേനും ഒരിക്കലും അവനെതിരെ നിനക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ അവനെതിരെ തിരിയുമ്പോഴത്തേക്കിനായിരിക്കും ഈ കാര്യങ്ങളെല്ലാം അവനാണ് തന്നത്, അവൻ കറക്റ്റായിട്ട് ചുരുട്ടി എൻ്റെ വായിലേക്ക് വെച്ച് തന്നു, അവൻ ഫോണിനകത്ത് ഇട്ട് വരച്ച് നിന്റെ കയ്യിലേക്ക് എടുത്തു തന്നു എന്നൊക്കെ നിന്നെ കൊണ്ട് പറയാനായിട്ട് കഴിയുന്നല്ല. കൂടെ നിൽക്കുമ്പോൾ ഒരിക്കലും നടക്കത്തില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരുടെ ചേറേറിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതിനകത്ത് ഈ നേക്കഡ് വീഡിയോ വന്നപ്പോഴാണ് ഈ സംഭവം വേറൊരു തലത്തിലേക്ക് ഈ സാധനം പോയത്. അതായത് ഇവന്മാരുടെ ചേരിപ്പോരല്ലാതെ ഇതിനുള്ളിൽ കാര്യമായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ പോക്സോ സഹിതം ഇതിനകത്തുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യം. അതിനകത്ത് ഒരു 18 വയസ്സിൽ താഴെയുള്ളൊരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് സത്യം പറഞ്ഞാൽ പുറത്ത് വന്നിരിക്കുന്നത്. ലക്ഷദ്വീപിലുള്ളൊരു പെൺകുട്ടിയാണെന്ന രീതിയിലാണ് ഹക്കിമിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനകത്ത് മെയിൻലി കാര്യം ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന നിഹാദ് എന്ന് പറയുന്ന വ്യക്തി, MRS തൊപ്പി, ഇതുപോലൊരു യൂട്യൂബർ ഐഷോ സ്പീഡിനെ അനുകരിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കംപ്ലീറ്റ്ലി ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സ് അതുപോലുള്ള ആൾക്കാരായിരുന്നു. ആ ഫ്രണ്ട്സിനിടയിൽ 2 ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം ഷമീർ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അല്ലെങ്കിൽ പുതിയ ചാനലിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വീഡിയോ, അതിനകത്ത് ഒരുപാട് തത്വങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് പെൺകുട്ടികൾക്ക് മോട്ടിവേഷൻ തരുന്നുണ്ട്. നിങ്ങൾ തെറ്റേത് ശരിയേതെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള സാഹചര്യം ഏതൊക്കെയാണെന്നും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതെല്ലാം നമുക്ക് ഈ വീഡിയോയ്ക്കകത്തൂടെ കൃത്യമായിട്ട് തന്നെ കാണാം. ആദ്യം ഓരോ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടു തന്നെ തുടങ്ങാം. ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഫോൺ നിന്റെ കയ്യിൽ തന്ന് നീ എന്തിനാണ് എടുത്ത് ഫോളോ ചെയ്ത്? എല്ലാരും എന്നോട് ചോദിക്കാം ഇതാരാ പുതിയ ആള് സെറ്റായോന്നു ചോദിക്കാം. ഈ ഒരു ഫാൻസ് എന്ന് പറഞ്ഞ സാധനം ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കിന് എനിക്കറിയാം ഒരുപാട് പെൺകുട്ടികൾ, അതൊരു 13-നും ഒരു 18-നും അല്ലെങ്കിൽ ഒരു 20-നും ഇടയിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും തന്നെ കൂടുതലും ഈ ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്ത് അവനെ ഒന്ന് കാണാനോ ഒന്ന് തൊടാനോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടെ സംസാരിക്കാനോ ഈവൻ ഒരു കിസ് ചെയ്യാനോ ആൾക്കാർ ശ്രമിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. കാരണം ആ ഒരു ജനറേഷനിലുള്ള ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിരുന്നു തൊപ്പി ഈ ലൈവ് സ്ട്രീമിലൂടെയും ഈ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നൊരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കോള് വരുമ്പോഴത്തേക്കിന് ഇതിനകത്തുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടല്ലോ. ഇതേ എക്സൈറ്റ്മെൻറ്റ് ഇത് കാണുമ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ അയ്യോ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, എന്നെ ഗേൾ ഫ്രണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ മേ ബി ഞാൻ വൈറലായേനെ. അതായത് ഇവൻ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഫോക്കസ് ചെയ്യുകയോ അല്ലെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ താഴെ പോയി ഒരു കമൻറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ആൾക്കാർ ശ്രദ്ധിക്കും. തൊപ്പിയായിട്ടുള്ള കണക്ഷൻ എന്താണ്? അപ്പോൾ ഒരു 10-20 ഫോളോവേഴ്സ് അവിടെ കയറും. ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് പൈസയല്ല മെയിൻ. ഈ സോഷ്യൽ മീഡിയ പഠിക്കുന്ന അവരെ സംബന്ധിച്ച് അവരുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ചാനലുള്ളവരാണ് സബ്സ്ക്രൈബേഴ്സ്. ഈ ഒരു സാധനത്തിനായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ തൊപ്പിയുടെ കൂടെ ഒരു ഫ്രണ്ടായിട്ട് കണ്ട് എൻ്റെ കൂടെ ഒരു 1000 പേര് എന്നെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും മണത്തെ ഡ്രീം ആയിരിക്കില്ല ആ സാധനം. അത് തന്നെയാണ് ഇവിടെ കറങ്ങി അടിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ കാണാം. കണ്ടോ ആ പെൺകുട്ടി തന്നെ കാണിക്കുന്നുണ്ടോ? അതായത് കണ്ട് ഒരു സെൽഫി മതി. ആ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റ് വൈറല. ആ പോസ്റ്റിനകത്തൂടെ ഇവർക്ക് കിട്ടാനുള്ള ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉൾപ്പെടെ വരുന്ന മെസ്സേജ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും വലിയൊരു ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ ഒരു സാധനമാണ് ഇവരുടെ മെയിൻ സാധനം. അത് കൃത്യമായിട്ട് തൊപ്പി ക്രിയേറ്റ് ചെയ്തെടുത്തു. ക്രിയേറ്റ് ചെയ്തൊക്കെ വളരെ നല്ല കാര്യം തന്നെയെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇത് യൂസ് ചെയ്തൊരു കാര്യം
ഇപ്പൊ ഈ വന്ന പെൺകുട്ടി സഹിതം ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ആലോചിക്കുമായിരിക്കും, ഞാൻ എന്തിന് അവനൊരു ഉമ്മ കൊടുത്തു? മുമ്പിൽ പോയില്ലേ? അവൻ എന്നെ വിളിച്ചോ? അവൻ എന്നെ വിളിച്ചില്ലേ? എന്തുവാണോ എന്തോ. ഇനി ഇവന്മാരെ സംബന്ധിച്ച് ഇവന്മാരെ ലൈവിൽ വരുന്ന ഓരോ പെൺകുട്ടികളും പ്ലാൻഡ് ആണെന്നും നേരത്തെ പറഞ്ഞ് സെറ്റപ്പ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇവർ വീഡിയോക്കുള്ളിൽ വരുന്നതുമായിട്ടുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ വീഡിയോ സംഭവങ്ങൾ വരുന്നുള്ളൂ. എന്നാൽ ഇതിന് സത്യം പറഞ്ഞ ഒരു റിപ്ലൈ ആയിട്ട് തൊപ്പി എവിടെ? തൊപ്പി പറന്നു, കാറ്റത്ത് തൊപ്പി പറന്നുപോയി, അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ. എനിക്കെതിരെ വന്നിട്ടുള്ളതെല്ലാം AI വോയിസ് ആണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു അവസാനത്തെ വീഡിയോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കാറിനകത്ത് ഇട്ടത്. പിന്നെ കണ്ടിട്ടില്ല, ആള് കണ്ടിട്ടില്ല, എവിടെയോ പോയിരിക്കുന്നു AI ആരോപണങ്ങളുമായിട്ട്. എന്നാൽ ഷമീർ വീണടുത്ത് കിടക്കുന്ന ചെളി വാരി ദേഹത്ത് പുരട്ടി ഏതോ ഒരു ഡ്രൈനേജ് വെള്ളത്തിനകത്ത് വന്ന് കിടന്ന് ഉരുണ്ട് ആ കുറച്ച് ചെളികൾ അങ്ങോട്ട് മാറി അല്പം തീട്ടം പറ്റിച്ചുകൊണ്ട് വീണ്ടും ഉരുണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു ശുദ്ധജല തടാകത്തിനടുത്ത് വന്ന് ഷമീർ ഒന്ന് തട്ടി നിൽക്കും. അപ്പോഴായിരിക്കും ചിലപ്പം ശുദ്ധജലത്തിൽ നിന്ന് കഴുകി മുകളിലേക്ക് കയറുന്നത്. എന്നാലും ഈ സ്ഥിതി വെച്ച് നിലവിൽ ഇപ്പോഴേ ഒന്നും കഴുകി മുകളിലോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കൂട്ടത്തിലടിയും കുണ്ടിക്കടിയും കുണ്ടന്മാര പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം ഈ തൊപ്പി എന്ന് പറയുന്ന പേരറിയാവുന്ന എല്ലാവർക്കും ഇപ്പം അറിയാൻ പറ്റുന്നൊരു കാര്യം എന്നാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോ കാണിക്കുന്നത്, ഹക്കീമിൻ്റെ വീഡിയോ. ഇന്നും നിഗൂഢമായി നിൽക്കുന്ന 2 മരണങ്ങളുണ്ട്. എനിക്കിനി സംസാരിക്കാനുള്ളത് സോഷ്യൽ മീഡിയയിലെ വെറും തൊപ്പി വിവാദത്തെ കുറിച്ചല്ല, വെളിപ്പെടാത്ത സത്യങ്ങളും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന 2 മരണങ്ങളെയും കുറിച്ചാണ്. തൊപ്പി ആരും അറിയാതെ ഒളിപ്പിക്കാൻ ശ്രമിച്ച ണ്ട്. ഷമീർ എക്സ്പോസ് ചെയ്ത റാംബോയുടെ വോയിസിലുള്ള തൊപ്പി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിയെ കാറിനുള്ളിൽ വെച്ച രാമശ്ശേരി താമസിച്ചു സ്വിഗ്ഗി എന്ന് കഴിഞ്ഞാൽ ചെറുത്ത കാണാൻ ഭംഗിയ ചെറിയ മുഖമൊക്കെ ആയിട്ട് ഞാൻ കളിച്ചിട്ടിട്ടത് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഈ റാംബോ ഇവന്മാരെ കൂടെ നടന്ന് കടന്ന് നമ്മൾ പുറത്ത് കാണുമ്പോഴത്തേന് ഇവന്മാരെ ഒരു ബോഡി ഗാർഡ് കണക്ക് നടക്കുന്നത് എനിക്ക് കാണാൻ പറ്റി. എന്നാൽ ഇവന്മാരെ ഒരു പിമ്പായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ സത്യങ്ങൾ പുറത്തോട്ട് വന്നപ്പോൾ മനസ്സിലായത്. എന്തൊക്കെ പരിപാടികൾ നടക്കുന്നത്, എന്ത് നടന്നാലും എനിക്ക് തോന്നുന്നു ഇവനാന്ന് തോന്നുന്നു എല്ലാം പിടിച്ചു വെച്ച് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ. കാര്യം ഇപ്പൊ ആരും ഇല്ല, നിലവിൽ ആരും ഇല്ല. ഇനിയിപ്പോ വരും, ഇല്ലാന്നൊന്നും പറയാൻ പറ്റും. ഈ സംഭവങ്ങളൊക്കെ കലങ്ങുമല്ലോടാ, കലങ്ങി തെളിയുമല്ലോ. ഇതെല്ലാം തെളിഞ്ഞു കഴിയുമ്പോഴത്തേന് ലൈവ് സ്ട്രീമിലേക്ക് ഒരു വരവ് കാണും. ഭയങ്കരം ഒരു BGM ഒക്കെ ആയിട്ട് നീയൊക്കെ പറഞ്ഞിട്ട് എന്തായടാ, കണ്ടില്ലടാ, മറ്റവന്മാരെ വരും, വരാതിരിക്കത്തില്ല. കാരണം ഇത്രയധികം ആരോപണങ്ങളും തന്തയില്ലായ്മ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നമുക്കിടയിലേക്ക് വന്നിട്ട് നിങ്ങൾ വലിയ നല്ല ആൾക്കാരാണെന്ന് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും നിങ്ങളെ തെമ്മാടിത്തരങ്ങൾ ജനങ്ങൾ പൊക്കിയാലും കണ്ടാലും തെളിവുകൾ പുറത്തു വന്നാലും വീണ്ടും നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് വരും. ഇനി നിങ്ങൾക്ക് ജനപിന്തുണ കിട്ടുന്നോ എന്നുള്ളത് ഈ നാട്ടിലെ ചെറിയ ജനറേഷനിലുള്ള പിള്ളേരുണ്ടല്ലോ, അവന്മാർ തീരുമാനിക്കണം, അല്ലാതെ വേറെ ആരുമല്ല. അവർ തീരുമാനിക്കണം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ റോഡിൽ വെച്ചൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കണോ എന്നുള്ളൊരു കാര്യം. അതിനെ ബേസ് ചെയ്തായിരിക്കും ഇനി അവരുടെ വളർച്ച ഇൻ ഫ്യൂച്ചറിൽ നടക്കാനായിട്ട് പോകുന്നത്. 17 വയസ്സുകാരിയായ ഈ സുന്ദരി പെൺകുട്ടിയുടെ സ്ഥലം ലക്ഷദ്വീപാണ്. ഇത് പോലീസിന്റെ ശ്രദ്ധയിലോട്ട് പെടുത്തുകയാണ്. കടുത്ത കുറ്റകൃത്യമാണ് തൊപ്പി ചെയ്തിട്ടുള്ളത്. തൊപ്പിയുടെ പഴയ സൗഹൃദ വലയത്തിലുള്ള ഫസൽ എന്ന യുവാവിന്റെ ആത്മഹത്യയും മറ്റൊരു സുഹൃത്തിന്റെ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണവും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. ലഹരിയുടെ മാരകമായ പിടിയിലായിരുന്ന ഒരു സംഘത്തിന്റെ ഭാഗമായിരുന്നവർ. ബൈക്ക് സ്റ്റണ്ടർ ആയിരുന്ന ഫസലും മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഭീമമായ അളവിൽ സ്വന്തം പെങ്ങളുടെ കല്യാണ ചടങ്ങുകൾക്കിടയിൽ വെച്ചിട്ട് ബോധം നഷ്ടപ്പെട്ട രീതിയിൽ പിടിക്കപ്പെട്ടതും കുടുംബത്തിലും സമൂഹത്തിലും ഒറ്റപ്പെട്ടതും തൊപ്പിയുടെ മുൻകാല ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഒരുമിച്ച് ഫസലും തൊപ്പിയും തമ്മിൽ പിന്നീട് ഉണ്ടായത് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ആ നാട്ടിൽ പിന്നീട് വാർത്തയായത് ഫസലിന്റെ ആത്മഹത്യയാണ്. തൊപ്പിയുടെ കുടുംബപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തൊപ്പിയുമായി ഉണ്ടായ പ്രശ്നമാണോ ഫസലിന്റെ മരണത്തിലോട്ട് വഴിയോർന്നതെന്നുള്ളത് സമഗ്രമായ അന്വേഷണം വേണം. പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഒരു ഗെയിമർ എന്ന നിലയിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ മുൻകാല കഥകളെ ഡിപ്രഷൻ എന്ന കഥയാക്കി മാറ്റി സിമ്പതി പിടിച്ചു നേടാനാണ് തൊപ്പി ശ്രമിച്ചത്. മുനു എന്ന വ്യക്തിയെ ഫസലിന്റെ ബന്ധുവാക്കി അവതരിപ്പിച്ചതിലും വലിയ കള്ളം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് തൊപ്പിയുടെ മുൻകാല കാമുകി തന്നെയാണ് പറഞ്ഞത്. ഈ 2 മരണങ്ങളെക്കുറിച്ചും തൊപ്പിയുടെ കൂടുതൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും നന്നായിട്ട് അറിയാവുന്ന ഷമീർ എന്ന വ്യക്തി തനിക്ക് എന്നുള്ളത് പരസ്യമായി വെളിപ്പെടുത്തുന്നുണ്ട്. ഫസലിന്റെ മരണത്തെക്കുറിച്ച് 2-3 തവണ തന്റെ ലൈവിൽ പറഞ്ഞിട്ടുള്ള തൊപ്പി ഒരു തവണ പോലും വെള്ളത്തിൽ മുങ്ങി മരിച്ച സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല.
അന്വേഷണം ആരംഭിച്ച കേരള പോലീസിന്റെ ശ്രദ്ധയ്ക്ക് മരണപ്പെട്ട യുവാക്കളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം. കാരണം ഞാനടങ്ങുന്ന മലയാളികൾക്കും ആ കുടുംബങ്ങൾക്കും സത്യം അറിഞ്ഞേ പറ്റൂ. സത്യം പുറത്തു വരികയും കുറ്റക്കാർ നിയമത്തിന് മുന്നിൽ വരികയും ചെയ്യേണ്ടത് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. എന്തായാലും ഈ തൊപ്പിയെ കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് A to Z സാധനങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തിനകത്ത് എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കണം. അങ്ങനെ ഒരു തെളിവിനകത്ത് അത് സാധൂകരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ നിൽക്കുന്ന അല്ലെ ഈ രീതിയിൽ നിന്ന് ഒരുത്തനെയാണ് ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് പൊക്കിയെടുക്കുകയും ഒരു റാപ്പറായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ പാട്ട് പാടാനായിട്ട് കൊണ്ടുവരികയും ഒരു ലൈവ് സ്ട്രീം ഒക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലൈവ് വ്ളോഗ് തുടങ്ങി, അതായത് സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ടുള്ള സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കിന് പ്രൊമോട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവന്നത് ഐഷോ സ്പീഡിനെ അനുകരിച്ചുകൊണ്ട്. ഐഷോ സ്പീഡ് എന്തായാലും ഇങ്ങനൊന്നും അല്ലെന്ന് തോന്നുന്നു. കാരണം അവനെപ്പറ്റി ഇതുവരെ ഇന്റർനാഷണൽ ലെവലിലുള്ള ന്യൂസുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അനുകരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഫ്യൂച്ചർ അല്ല നമ്മുടെ പാസ്റ്റ് എന്തായിരുന്നുള്ളത് ചിലപ്പോൾ അത് അറിയാൻ പറ്റത്തില്ലായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോഴത്തേന് എല്ലാ സാധനവും കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകണം. അത് കൊണ്ടുവരേണ്ട ആവശ്യം ഈ നാട്ടിലെ പോലീസിനും ഈ നാട്ടിലെ ഗവൺമെന്റിനും ഉണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ അത് വരും തലമുറയ്ക്ക് മാത്രമാണ്. തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവന് ഇത്രയും റവന്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്, അവന് ജനപിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് എല്ലാ തരത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അറിഞ്ഞൊരു കാര്യം. ഇനി അതുപോലൊരു തൊപ്പിയെ ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ തൊപ്പി കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ A to Z സാധനങ്ങൾ പൊക്കിയെടുത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് ഇതുപോലുള്ള കൊച്ചു ജനറേഷനിലുള്ള പിള്ളേരെയും കൂടെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേനായിരിക്കും അവർ ചിലപ്പം അവരുടെ വേ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നെങ്കിൽ തൊപ്പി ഇല്ലെങ്കിൽ തപ്പി, ആ ഒരവസ്ഥയിലേക്ക് ഈ സാധനം കൊണ്ട് എത്തിക്കാനായിട്ട് കഴിയും. ഇനി ഷമീറിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയെന്ന് പറഞ്ഞാലും കഴിവുന്നത് മറ്റേ തീട്ടവളത്തിനകത്താണ്. അപ്പോൾ പിന്നെ എത്ര കഴിയുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെ നിങ്ങൾക്കും കാണും മനസ്സിലാവുന്നത്. കേട്ടോ, ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് അവിടെ ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഒരു ഡ്രഗ്സ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ 2ൽ കൂടുതൽ ഗേൾസ് ഉണ്ട്. അതായത് റിലേഷൻഷിപ്പായിട്ട് അല്ലാതെയുള്ള രീതിക്കുള്ള ഗേൾസ് ഉണ്ട് അവിടെ. ഇങ്ങനെ ഒരു കൂട്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ ഒരു കൂട്ടത്തിലേക്ക് ഞാൻ പോയി. അപ്പോൾ ഞാനൊരു ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഞാൻ ഏർപ്പെട്ടിരുന്നില്ല. ഞാൻ എൻ്റെ 1 വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, 1-1.5 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ഇന്നേ വരെ ഇത്തരം ഒരു കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യപൂർവ്വം ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ടെസ്റ്റ് ചെയ്യാനും ഇതിൻ്റെ ഇതെടുക്കാനും ഞാൻ അത്രയും ധൈര്യപൂർവ്വം റോഡിലിറങ്ങി പോയി ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അതാണ്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഒരു 2-3 ഡേയ്സ് കിട്ടും. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥലം ഇതൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്തത്. അപ്പോൾ അത് അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേറൊരു ടെസ്റ്റ് നടത്തണം. അതെന്തായാലും നിങ്ങളെ ഞാൻ കാണിക്കും. അല്ല നിങ്ങൾ പോയത് എനിക്കൊന്ന് DDRC-ലെങ്ങാണ്ടായില്ലേ? ലാബിന് വേറെ ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് എടുക്കാൻ പറ്റും. ഇത് ഓൺലൈനല്ലേ ഈ സാധനം, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമല്ലേ? എന്തിനാ അത്ര ലാഗ് അടുപ്പിച്ച് വിടുന്നത്? അല്ലെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ടിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരുമല്ലോ, അത് നിങ്ങളുടെ അടുത്ത് പബ്ലിഷ് ചെയ്തുകൂടെ? എന്തിനാ അത്ര ലാഗ് അടുപ്പിക്കുന്നത്? എന്തിനാ ഇനി വേറൊരു ടെസ്റ്റ് എടുക്കണമെന്ന് ഇങ്ങനെ വീണ്ടും ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയേണ്ട ആവശ്യം എന്തോ? അതിൻ്റെ ആവശ്യകത എന്തുവാ? ആദ്യം കാണിച്ച ടെസ്റ്റിനകത്ത് എന്തെങ്കിലും റിസൾട്ടിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ? അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ബോഡിയിൽ വേറെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തിയതിന് ശേഷം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ചോദ്യങ്ങൾ ഒരുപാട് വരുമോ ഇത് കാണുന്ന ആൾക്കാർ. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് ലൈവായിട്ട് നമ്മളെ കാണിച്ചു തന്നെയാണ്. അപ്പം അത് കാണിക്കേണ്ട ഒരു കാണിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുള്ളൊരു കാര്യം കേട്ടോ. കാരണം ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുള്ള ബോധം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുൻപ് ചെയ്ത തെറ്റ് ഏറ്റു പറയാനും ആ തെറ്റ് ഞാൻ സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ അത് AI ആണെന്നോ അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അത് പല ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത ഒരു ഇതാണെന്നോ പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ സമ്മതിക്കുക. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ കിടന്ന് ഉരുണ്ടതിനെ കൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു പുണ്യാളനായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് പറയാം. അതെന്താണെങ്കിലും അത് സത്യസന്ധമായി പറയാന്നുള്ളതാണ്. കാരണം ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം എത്ര കാലം നീണ്ടുപോകുന്നു, എത്ര കാലം നിലനിൽക്കുന്നു നമുക്ക് തോന്നുന്നില്ല. അത് കുറേ കാലത്തേക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതിന് നിലനിൽപ്പുണ്ട് നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം, അതായത് 2-3 ദിവസം മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം. എടാ, ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോഴത്തേക്കിന് ഞങ്ങൾ നല്ലവരാണ് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അത് തന്നെയാണ് തൊപ്പിയുടെ ലൈഫിനകത്ത് നടന്നിരിക്കുന്ന ഒരു കാര്യം. നിങ്ങളുടെ ജീവിത രീതി കൊണ്ട് കാണുന്ന ആൾക്കാർ പറയണം നിങ്ങൾ നല്ലവരായി എന്നുള്ളൊരു കാര്യം, അത്രേ ഉള്ളൂ. കാരണം ഇത്രയും നാൾ വരെ അവൻ്റെ കൂടെ നിന്നപ്പോഴത്തേക്കിന് ഈ എല്ലാ തന്തയും ഇല്ലായ്മകളും കൂടെ നിന്ന് കാണിച്ചു കൂട്ടിയവർ തന്നെ. നീയൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സിൻ്റെ കാര്യമാണെങ്കിൽ ശരി, പെണ്ണിൻ്റെ കാര്യമാണ് ശരി, എല്ലാം നിങ്ങൾക്കും അറിയാവുന്ന കാര്യം. നിങ്ങൾ അതിന് കൂടെ നിന്ന ഒരാൾ തന്നെ. പിന്നെ പെട്ടെന്ന് സെപ്പറേറ്റ് ആയപ്പോഴത്തേക്കിന് ഞാനങ്ങ് നന്നായി എന്നല്ല, മറ്റൊരുത്തനോടുള്ള വൈരാഗ്യമാണ് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെ കാണുന്ന ആൾക്കാർക്ക് കൺവിൻസ് ആവത്തുള്ളൂ. ഓക്കെ, ബാക്കിയും കൂടെ കാണാം, എന്നാലേ ഇത് വ്യക്തമാകത്തുള്ളൂ കേട്ടോ. പറഞ്ഞ പോലെ
എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആ സമയത്ത് ഈ കാര്യങ്ങൾ പോലീസിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ ഞാൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞില്ല? ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതിനെനിക്ക് പറയാനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇവർ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനടക്കം യൂസ് ചെയ്യുന്ന ആളാണ് ആ സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഞാനടക്കം ഈ സ്റ്റേഷനിൽ പോയി ഞാൻ ഇവരെ അറിയാതെ പോയി കംപ്ലൈൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ഞാനടക്കം പെടും. അതൊരു റീസൺ ആയിരുന്നു. രണ്ടാമത്തെ അതിലേറെ എനിക്കുണ്ടായിരുന്ന വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊന്നും എക്സ്ക്യൂസ് അല്ലാന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ രണ്ടാമത്തെ, ഞാനടക്കം പെടും എന്നതുകൊണ്ട് നീ കേസിലേക്ക് പോയില്ല എന്നൊന്നും പറയണ്ട. അന്ന് നിനക്ക് കേസ് കൊടുക്കാനായിട്ട് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഒരു സൈഡിൽ നിന്ന് കിട്ടുന്ന അന്നം ഇല്ലാതായി പോകുമായിരുന്നു. റിയാലിറ്റി അത് തന്നെ, അത് കാണുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, നീ ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ വീട്ടിൽ അത്ര ഉപയോഗം നടക്കുന്നു, നീ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നങ്ങോട്ട് പറയുമ്പോൾ നീ മാപ്പ് സാക്ഷിയായിട്ട് മാറത്തതേ ഉള്ളൂ. അങ്ങനെ വലിയ ബിൽഡപ്പ് ഒന്നും ഇട്ടിട്ട് നീ ചെരുപ്പിട്ട് നടക്കും, ബാക്കി എല്ലാവരും ചെരുപ്പില്ലാന്ന് നടക്കുന്നൊന്നും പറയാതെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒരു 3 ദിവസം നിന്ന് ഇതിലെനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, അവരുടെ ഈ പറഞ്ഞ മണി പവർ ഇൻഫ്ലുവൻസ് ഇത് വെച്ച് അവർക്ക് എങ്ങനെയും ഈ പറഞ്ഞ ഇന്നൊരു വ്യക്തി ഇന്ന ആളുടെ പേരിൽ ഇന്നൊരു കംപ്ലയിൻറ്റ് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഇതിനെയോ ഒന്നും ഞാൻ കുറ്റം പറയുകയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഈ നിയമത്തിനൊരു ടൈം എടുക്കും, മനസ്സിലാവും. ഈ നിയമം, ഞാനിപ്പോൾ ഒരു പരാതി കൊടുത്താൽ ആ പരാതി ഞാൻ ചെയ്ത ആളെ വിളിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അവരെ അറിയിക്കുകയോ അല്ലെങ്കിൽ അവരോട് പറയുകയോ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പം ഞാനിത് പോയിട്ട് ഒരു സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് എന്തായാലും ഈ പറഞ്ഞ വ്യക്തികൾ ഇതറിയും. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്തൊക്കെ എന്നെ അടക്കം പിടിച്ച് ഇവരുടെ കൂടെ ഇടുന്നതിന് പകരം ഒന്നുകിൽ ഞാൻ മാത്രം ഇതിൽ ഞാൻ അകത്ത് പോയേനെ. എല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇൻഫ്ലുവൻസും ഇവരുടെ കാര്യങ്ങളും വെച്ച് ഇവരിതറിഞ്ഞു. എനിക്കറിയില്ല ഞാൻ ഇന്ന് ഇവിടെ ജീവനോട് ഉണ്ടാവുമോ എന്നുള്ള കാര്യം, എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അതെന്തിനാ അങ്ങനെ ജീവനോടുണ്ടാവും എന്നുള്ളത് യാതൊരു ഉറപ്പില്ലാന്ന്? അപ്പോൾ കൂടെ നടക്കുന്ന കൂട്ടുകാർ അതുപോലുള്ള ക്രിമിനൽ ടെൻഡൻസി ഉള്ളവരാണില്ലേ? അതോ അതുപോലുള്ള കാര്യങ്ങൾ മുമ്പ് റിയൽ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കും ജീവനോട് ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുന്നത്. പിന്നെ നീ പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ തൊപ്പി ഇത്രയും വലിയ ഹോൾഡ് ഉള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് നീ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കറങ്ങി നിന്റെ അടുത്തേക്ക് വരുമെന്നുള്ളത് പറഞ്ഞൊരു കാര്യം, സത്യസന്ധമായ കാര്യം. ഓക്കെ, എന്നാൽ അതിന് ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നീ ഓൾറെഡി ഫേസ് വാല്യൂ ഉള്ളൊരു വ്യക്തിയാണ്, നീ അവൻ്റെ കൂടെ നിന്നതിന് ശേഷം നീ പുറത്തോട്ട് വന്നിട്ട് തൊപ്പി ഗ്യാങ് അങ്ങനെയാണ്, തൊപ്പി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റുപിടിക്കാനും അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഏറ്റുപിടിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസുമായിട്ട് മുന്നിലേക്ക് വന്നത്. അപ്പോൾ നീ ഇത് ഡ്രഗ്സ് അല്ലെങ്കിൽ പെണ്ണ് ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമ്പോഴത്തേക്ക് നീ കാണുന്നതും കേൾക്കുന്നതും ഈ ആൾക്കാർ ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും മിണ്ടാതെ അങ്ങനെ അടുത്ത റീലിലേക്ക് പോകുന്നത് അങ്ങനെ മാറ്റി പോകത്തില്ല. അങ്ങനെ മാറ്റി പോകാത്തത് കൊണ്ട് തന്നെയാണ് നിന്റെയൊക്കെ ഇടയിൽ നടന്ന അടി ഇപ്പം ഈ രീതിയിലേക്കൊക്കെ ആൾക്കാരെടുത്തു ചർച്ച ചെയ്യാനിടേണ്ട സാഹചര്യം. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിക്കണമായിരുന്നേ. അങ്ങനെ ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ എന്നെ അവർ എന്തായാലും ഈ പറഞ്ഞ പോലെ ശാരീരികമായിട്ട് ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ അവർ എന്തായാലും ചെയ്തേനെ. അതിൽ യാതൊരു ഡൗട്ടും എനിക്ക് ഇന്നുമില്ല. കാരണം എനിക്കത് ഞാൻ അവിടെ ജീവിച്ച് അറിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം ഒരാളുടെ ഇതെന്താ, അവരുടെ കണക്ഷൻ എന്താ, ഒരു സംഭവം വരുമ്പോൾ അവരെങ്ങനെ ഡീലാക്കുന്നു, എങ്ങനെ അവരത് അറിയുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം ഈ പറഞ്ഞ പോലെ അവിടെ ഒരു സംഭവം നടന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അടക്കം ഈ പറഞ്ഞ പോലീസ് ആരാണെങ്കിലും, എല്ലാ പോലീസുകാരെയും അല്ല ഞാൻ പറയുന്നത്, ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തികളോ ഏതെങ്കിലും ഒരാളോ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അറിയോ ഇവർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജീവിതം ഉണ്ടാവില്ല. മീൻസ് ഒന്നുകിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ശാരീരികമായിട്ട് എൻ്റെ എന്തെങ്കിലും ആയിട്ട് എനിക്ക് സംഭവിക്കും. ഷമീർ ഈ ഒരു ഭാഗത്ത് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതോ ഒരു പോലീസുകാർ ഇവരെ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്, ഇവന് പല ലിങ്കുകളും കാര്യങ്ങളുണ്ട്, അത് ഇവന് വ്യക്തമായിട്ട് ഈ അവസരത്തിൽ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അന്വേഷണം വരുമ്പോഴത്തേന് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് തന്നെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരേ ഉടുപ്പിട്ടവരെ പൊക്കാനായിട്ട് ചിലപ്പം ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അങ്ങനെ അല്ലാതെ അങ്ങനൊന്നും നോക്കാതെ കർമ്മനിരതരായിട്ടുള്ള പോലീസുകാർ എന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊക്കി അങ്ങോട്ട് എടുത്ത് വിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് തൂത്തുവാരി അപ്പോഴല്ലേ കറക്റ്റായിട്ട് ഓപ്പറേഷൻ തൂഫാൻ ആവുന്നത്. അങ്ങനെ തൂഫാനാക്കി വിടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് എന്നെ കൊടുക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കും, നിനക്ക് വീഡിയോ ഇട്ട് ഇത് പറഞ്ഞോടെ, അല്ലെങ്കിൽ വീഡിയോ ഇട്ട് ഈ കാര്യങ്ങൾ ആൾക്കാരോട് വെളിപ്പെടുത്തി കൂടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ തെളിവടക്കം വിത്ത് പ്രൂഫ് അടക്കം ഞാൻ കാണിച്ചിട്ട് പോലും ഇത് വിശ്വസിക്കാത്ത ഒരു 5% ആൾക്കാരുണ്ട്. 95% ആൾക്കാർ ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ കാര്യങ്ങൾ കേട്ട എയും എല്ലാത്തതും മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഈ സംഭവം മനസ്സിലാകുന്നുണ്ട്. അല്ലാത്തൊരു 5% ആൾക്കാരുണ്ടാവും. അത് വ്യക്തികളാണെന്ന് എനിക്ക് തോന്നില്ല. അത് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഒരു ടീമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു PR വർക്കായിരിക്കാം, എനിക്കറിയില്ല അവരാരാന്നുള്ളത്. അപ്പോൾ അവരെന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാവും, അവരൊരിക്കലും ഇത് വിശ്വസിക്കും. എഴുന്നേറ്റ് പോടാന്ന് എഴുന്നേറ്റ്. 5% ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ 95% ആൾക്കാർക്കും ബുദ്ധി ഉള്ളതുകൊണ്ട് അവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പറയുന്ന കാര്യം. അപ്പോൾ ആ 5%നെ സമാധാനിപ്പിക്കാനും അവരുടെ പ്രീതി കിട്ടാനും അവരുടെ സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ടാണോ നീ വീഡിയോ ചെയ്യുന്നത്? അപ്പോൾ ഊളയാണോ ഡേവൻ? അതോ പറഞ്ഞ് കിടന്നങ്ങ് മെഴുകുവാണോ? എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അതിനകത്ത് നമുക്ക് വല്ലതും സംസാരം ഇല്ല. ഞാൻ അടുത്ത് നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ,
ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അതായത് ഈ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പല ആൾക്കാരും അല്ലെങ്കിൽ പല വ്യക്തികളും എന്നെ കോൺടാക്ട് ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ഈ വ്യക്തികളെല്ലാം ഈ പറഞ്ഞ പോലെ ഈ കേസിനെ അല്ലെങ്കിൽ ഈ സംഭവത്തിനെ കാണുന്നത് അല്ലെങ്കിൽ ഈ സംഭവത്തിനെ ജനങ്ങളിലേക്ക് വിടുന്നത് ഇതൊരു തീട്ട കേസായിട്ടോ ഇതല്ലെങ്കിൽ ഒരു കൊള്ളാത്തൊരു കേസായിട്ടാണ്. അപ്പോൾ അവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രദർ, ഇത് ഇങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുകയും എന്തുകൊണ്ട് ഈ തീട്ട കേസിന് ഈ പറഞ്ഞ പോലെ ഈ കാര്യത്തിന് നിങ്ങൾക്ക് ഇത് പറയുന്ന ആൾക്കാരും ഇത് സംസാരിക്കുന്ന ആൾക്കാരും ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇവർക്ക് ഇത് സംസാരിക്കാൻ താല്പര്യമില്ല. മനസ്സിലായി, ഇവർക്ക് ഇത് താല്പര്യമില്ലാത്ത പോലെയാണ് ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ പറയടാ, ഈ തീട്ട കേസ് എന്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തവരെടുത്ത് പറയാനുള്ളൊരു കാരണം, നീയൊക്കെ വലിയ നന്മ മരങ്ങളാണ്, ആൽമരങ്ങളാണ്. ആ വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴത്തേന് അതിനകത്ത് ഓരോ കുട്ടികൾക്കും ഇങ്ങനെ പിടിച്ച് മേളിലേക്ക് കയറി ഉല്ലാസയാത്ര ആടാം എന്നൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന് നീയൊക്കെ വലിയ നന്മയുള്ള ആൾക്കാരാണ്, നോമ്പ് തുറക്കുന്ന വീഡിയോ തുടങ്ങിയ സമൂഹത്തിന് നന്മയുള്ള ചാരിറ്റി, പോകുന്നവർക്ക് പൈസ, അങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത വലിയ ഒരു ഫെയിം. എന്നാൽ ആ ഫെയിം എന്ന് പറഞ്ഞ സാധനം സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും അതിനുള്ളിലേക്ക് എല്ലാവർക്കും 2 ഫേസ് ഉണ്ട്, ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നവനും അല്ലാത്തവനും 2 ഫേസ് ഉണ്ട്. എന്നാൽ ആ രണ്ടാമത്തെ ഫേസ് ഈ നാട്ടിലെ തന്തയില്ലായ്മയും നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നീയൊക്കെ കാണിച്ച തീട്ടം തന്നെ. ആ തീട്ടം എടുത്തു വെച്ച് ഇതുപോലെ വീഡിയോ ഉണ്ടാക്കുക തന്നെ ചെയ്യും, കേട്ടല്ലോ. നീയൊക്കെ പിന്നെ തീട്ടമല്ല, നീയൊക്കെ മറ്റേ ഇറങ്ങി വരുന്ന മലം, അത്രേ ഉള്ളൂ. അത് ഇനി എടുത്തു വെച്ച് ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ ഈ വീഡിയോയോട് കൂടി ഈ സാമാനം അവസാനിപ്പിക്കാന്ന് വെച്ചാൽ അവസാനിപ്പിക്കുന്നില്ല, ഇനിയും വരട്ടെ. അപ്പം നീയൊക്കെ തീട്ടമാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ട്. എന്നാൽ ആ തീട്ടം എല്ലാവർക്കും മനസ്സിലാവണം. നീയൊക്കെ ഒരു കംപ്ലീറ്റ് തീട്ടം എന്ന് എല്ലാവർക്കും മനസ്സിലാവണം. ആ ബിൽഡ് ചെയ്തെടുത്ത ബിൽഡപ്പ് ഒന്നും അത് ജെനുവിൻ അല്ല, അത് വെറും പ്രഹസനമായിരുന്നു. എന്നാൽ അതിൻ്റെ ബാക്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള എല്ലാ വൃത്തികെട്ട പരിപാടികളും കൂടെ നിന്ന് പിടിച്ചു കൊടുക്കുന്ന പരിപാടികളോടെ നീയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം പിന്നെ നീയൊക്കെ ബിൽഡ് ചെയ്തെടുത്ത സാധനം നമ്മളെടുത്ത് തിരിച്ചടിക്കത്തില്ലേ? അത്രേ ഉള്ളു ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലാതെ വലിയ രീതിയിലൊന്നും എടുത്ത് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിനകത്ത്. നീയൊക്കെ ബാക്കിയും കൂടെ എടുത്തു പോയി. പിന്നെ എന്തിനാണ് ഇവർ ഈ പറഞ്ഞ പോലെ 10 മിനിറ്റ് പറയേണ്ട കാര്യം 40 മിനിറ്റ് വലിച്ച് നീട്ടിയിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഫേസും തൊപ്പിയുടെ ഫേസും അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് അല്ലെങ്കിൽ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ബൈറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ഫേസ് വെച്ച് എന്തുകൊണ്ട് ഇതേ മാറ്റർ ഒരു 10-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 50-100-ൽ കൂടുതൽ കണ്ടന്റ്സ് ഡെയിലി എന്തുകൊണ്ട് ആൾക്കാർ ഇടുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ തന്നെ പറയുന്നുണ്ട് സമൂഹത്തിന് നല്ലതായ കാര്യമല്ല, സമൂഹത്തിന് ഇതായിട്ടുള്ള കാര്യമല്ല, സമൂഹത്തിന് മോശമായ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്, ഇത് തീട്ട കേസാണ്, ഇത് അങ്ങനെയുള്ള കേസാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവർക്ക് അരി വാങ്ങണമെങ്കിൽ ഇവർക്ക് എൻ്റെ ഫേസും ഈ പറഞ്ഞ പോലെ തൊപ്പിയുടെ ഫേസോ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള വേറൊരാളുടെ ഫേസോ ഇവർക്ക് വെച്ചേ പറ്റൂ. അതങ്ങനെയാ. ഇപ്പം കൊറോണ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ മൊത്തം വിളിച്ചറിയിച്ചില്ലേ കൊറോണ വരുന്നുണ്ട്, നമ്മളെല്ലാം അടച്ചിടുവാണ്, എന്തുവാ നമ്മൾ ജാഗ്രത പാലിക്കാനായിട്ട് പറയുക. നോട്ട് നിരോധനം വന്നപ്പോഴത്തേന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ന് രാത്രിയോടുകൂടി നിരോധിക്കാൻ പോവുകയാണ്, ബാക്കി നിങ്ങളിൽ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റും. അതായത് ജാഗ്രത, ജനങ്ങളെ സജ്ജരാകൂ, അകറ്റി നിർത്തൂ ഈ തെമ്മാടിയെ എന്ന് പറയുന്ന അത്രേ ഉള്ളൂ. അല്ലാതെ നിന്നെ ഇനാഗ്രേഷൻ വിളിച്ച പരിപാടിയൊന്നും അല്ല. കഴിഞ്ഞിട്ട് പോണേ ഇറക്കഴിഞ്ഞിട്ട് വേറെ പരിപാടിക്ക് മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ വീണ്ടും വലിയ ഫേസ് വാല്യൂ, മറ്റേ വാല്യൂ, ക്ലിക്ക് ബൈറ്റ്, ഇവന്മാര് ചെയ്യുന്ന വീഡിയോയും നീയൊക്കെ ലൈവിനകത്തോട്ട് മുണ്ട് തുറന്നിട്ട് കാണിക്കുക. നീ തന്നെ ജട്ടി ഇട്ടുകൊണ്ടിരുന്ന് തുള്ളിയത് എന്തോത്തിനായിരുന്നു? എന്താ ഫേസ് വാല്യൂക്കായിരുന്നു? നിന്റെ ജട്ടിയുടെ ഫേസ് വാല്യൂക്കാ? അത് അതിനകത്ത് കിടക്കുന്ന കുട്ടന്റെ ഫേസ് വാല്യൂനാ? എന്നിട്ട് പോണേ ഇറക്കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ഇന്നേ വരെ അവിടെ നിന്നിട്ട് ഞാൻ ഒരു തെളിവും ഇന്നേ വരെ ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ശേഖരിച്ചിട്ടില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. കാരണം ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രൈവറ്റ് വീഡിയോ അടക്കം അതായത് കംപ്ലീറ്റ്ലി നമ്മൾ 6-7 പേര്, ഞാൻ ന്യായീകരിക്കല്ല, കംപ്ലീറ്റ്ലി 6-7 പേര് ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്നതും ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന ആളിന് ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു ആണാണെങ്കിൽ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ റൂമിൽ നിന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് വന്ന് വീഡിയോ എടുത്തു. ശരിയാണ്, ഇപ്പുറത്തെ മമ്മു എന്ന് പറഞ്ഞ ആളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പുറത്തെ ഏതൊരാണും ചെയ്യുന്നൊരു കാര്യം ഞാൻ ചെയ്തു എന്ന് പറയാതിരിക്കാൻ നിർത്ത്. ഈ ഏതൊരാണും എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ മറ്റേ കൂട്ടുകാരെയും കൂടെ ഉള്ള ആൾക്കാരെയും പിടിച്ചിരുത്തിയിട്ട് റൂമിൽ ഇരുന്ന് ഒന്നിച്ചല്ല അടിച്ചു കളയുന്നത്. അങ്ങനല്ല, അതാദ്യം മനസ്സിലാക്കുക. ഏതൊരാണും ചെയ്യുന്നത് പറയട്ടെ, അവർ പ്രൈവറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ആരും കാണാത്ത രീതിയിലൊക്കെ ആയിരിക്കും ഒരു സാധനം ചെയ്യുന്നത്. നീയൊക്കെ കൂട്ടുകാരെ കൂടെ ഇരുന്ന് ഈ പരിപാടിയും ചെയ്ത് അടുത്തിരുന്നവൻ്റെ കാലുകൊണ്ട് പിടിപ്പിച്ച് കൈകൊണ്ട് പിടിപ്പിച്ച് ലവൻ പറയുന്നിടത്ത് വായിലും എടുത്ത് വെച്ചു കൊടുത്ത് എല്ലാം ചെയ്തിട്ട് നോർമലി ആണുങ്ങൾ ചെയ്യുന്ന പരിപാടിയെന്ന് കവാളം വിളക്ക് ഓരോന്ന് കൊടുക്കുകയല്ലേ വേണ്ടത്. നോർമലി ആണുങ്ങൾ ഈ പരിപാടിയാണ് ചെയ്യുന്നത്. ദൈവമേ, അപ്പോൾ ഇവൻ്റെയൊക്കെ കൂടെ നടക്കുന്ന കൂട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര നോർമലൈസ് ചെയ്യുക. കൂട്ടുകാരൻ്റെ കൂടെ നിന്ന് വേണം അടിച്ച് 2 കൈ കൊണ്ട് പിടിച്ചതൊക്കെ നോർമലൈസാ നാട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അയ്യോ, നമുക്ക് രമേശ് ചെന്നിത്തലയോട് പറഞ്ഞിട്ടെ വല്ല ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് വരുമ്പോഴത്തേക്ക് ഇവനെ കൂടെ വിളിക്കാം. നാടിന് നന്മയുള്ള 2 പ്രവൃത്തികൾ കാണിച്ചിട്ടുണ്ട്, അതിൽ 2 വീഡിയോ ക്ലിപ്പ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ബാക്കിയും കൂടെ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ
ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ ഫിഗറായി ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം ഈ പറഞ്ഞ പോലെ നമ്മളടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വരുന്ന ഗേൾസ് അല്ലെങ്കിൽ നമ്മളടുത്തേക്ക് ഫോട്ടോ എടുക്കാൻ വരുന്ന ബോയ്സ് ആരായാലും, എസ്പെഷ്യലി ഗേൾസിനോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അത് ഈ പറഞ്ഞ പോലെ അവരുടെ കണ്ടന്റ്സ് കണ്ടിട്ടും അവരുടെ വീഡിയോസ് കണ്ടിട്ടും അല്ലെങ്കിൽ അവരുടെ ഈ പോസ്റ്റ് ലൈഫ് കണ്ടിട്ടും അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ കണ്ടന്റ്സ് കണ്ടിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ സംസാരിക്കാനോ ഒക്കെ വരിക. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവൻ്റെ അടുത്തും പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളായിക്കൊണ്ട് ഞാൻ പറയുന്നതാണ്. ദയവ് ചെയ്ത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും വിശ്വസിക്കാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സത്യം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിലൊരു സത്യത്തിൻ്റെ ഒരു അംശം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് സത്യമെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യമല്ല എന്ന് പറയണം. മനസ്സിലായോ? നമ്മളും അതേ പറഞ്ഞുള്ളൂ. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലായിരുന്നോ ഈ തീട്ട കേസ് എന്തിനാ ആൾക്കാർ എടുത്ത് വെച്ച് റിയാക്ട്? അത്രേ ഉള്ളൂ. സത്യമല്ല, കാണിച്ചതൊന്നും സത്യമല്ല, വെറും പൊള്ളയായ കാര്യങ്ങളാണ്. അതെടുത്ത് നമ്മൾ പറഞ്ഞ് സത്യമല്ല എന്ന കാര്യം പറയണോ? നീ അല്ല പറഞ്ഞ് സത്യമല്ല അവന്മാർ തീട്ടമാണെന്ന് നമ്മൾ പറഞ്ഞ് അതങ്ങനെ തന്നെ പറയും, ഇനിയും പറയും. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം വന്നിട്ട് പെൺകുട്ടികൾക്ക് മറ്റേ ആരായിരുന്നു ഹിറ്റ്ലർ മാധവൻ കുട്ടിയാകുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്മയുള്ള ലോകമേ മാറി നില്ല, അതിൻ്റെ ഇടയിലോട്ട് അല്ലേ, അടിപൊളി. എല്ലാ പരിപാടിയും ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്ത് അടിക്കാൻ പറ്റുന്ന എല്ലാം അടിച്ച് കഴിക്കാൻ പറ്റുന്ന എല്ലാം കഴിച്ച് തീർത്ത് ആ പാത്രം അങ്ങോട്ട് അടച്ചിട്ട് മാറി. ഡേയ്, ആ പാത്രം നിയമവിരുദ്ധമാണ്, ആരും തൊടുകയും ചെയ്യില്ല, എടുക്കുകയും ചെയ്യില്ല, അതിനകത്ത് കൈയിട്ടാരും കഴിക്കുകയും ചെയ്യില്ല. മാറ്റ്, ദൂരോട്ടെടുത്ത് മാറ്റ്. മക്കളെ, പെൺകുട്ടികളെ, നിങ്ങളാരും ചെല്ലല് ആ പാത്രത്തിൽ തൊടരുത്, അത് അഴുക്കയാണ്. അടിപൊളിയായിട്ടുണ്ട്. 40 മിനിറ്റിലേക്ക് എനിക്ക് ഈ വീഡിയോ നീപ്പിക്കാൻ വയ്യ. കാണുന്നവർ ഇത്രയും കണ്ടാൽ മതി. ഇത്രയേ ഉള്ളൂ മര കാര്യം. ഈ വീഡിയോയോട് കൂടി ഈ സാമാനം ഞാൻ നിർത്താമെന്ന് വിചാരിച്ചതാണ്. ഞാൻ നിർത്തുന്നില്ല. ഈ അവസാനം കാണിച്ച ക്ലിപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല. ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരുന്നത്. ഇപ്പോഴാണ് ഈ സാമാനം കണ്ടത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോഴത്തേക്കിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയാനായിട്ടിരുന്നത്. ഇനി അവസാനിപ്പിക്കുന്നില്ല. നമുക്ക് തുടർ എപ്പിസോഡ് ആയിട്ട് തന്നെ ഇത് കാണണം കേട്ടോ. കാരണം തീട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ഉയർത്തെഴുന്നേക്കുന്ന ഒരു കുരുവി എന്ന് നമുക്ക് കാണാമല്ലോ. അത് നമുക്ക് കണ്ടു തന്നെ വരാം. അപ്പം ശരി.